ശശിയുടെ ഒരു പ്രതികരണം കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. നാമനിർദ്ദേശ പത്രികയിൽ തെറ്റായ വിവരങ്ങൾ നൽകിയെന്ന CPM ആരോപണത്തിൽ വെല്ലുവിളിയുമായി ഒറ്റപ്പാലത്തെ UDF സ്ഥാനാർത്ഥി PK ശശി. സത്യം തെളിയിക്കാൻ കോടതിയിൽ പോകാമെന്ന് PK ശശി. തനിക്കെതിരായി CPM വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നതായും ശശി ആരോപിച്ചു. എല്ലാ വൃത്തികെട്ട പ്രചാരണങ്ങളും ഇപ്പോൾ CPM അടിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനത് വ്യാജരേഖ ഉണ്ടാക്കി എന്നും പറഞ്ഞിട്ട് ഇതൊക്കെ ഇവർ ധൈര്യമുണ്ടെങ്കിൽ കോടതി പോട്ടെ. ഞാനവരെ വെല്ലുവിളിക്കുക, കോടതിയെ സമീപിക്കട്ടെ, ഞാനത് തെളിയിക്കാം. എങ്ങനെയാണ്, എന്താണ് വസ്തുത എന്ന് ഈ കോടതിയെ ബോധ്യപ്പെടുത്താം. ഇപ്പൊ നിങ്ങളോട് ഞാൻ പറയുന്നില്ല. എന്റെ കയ്യിലുള്ള രേഖകളെല്ലാം തന്നെ വെച്ചിട്ടാണ് ഞാൻ നോമിനേഷൻ കൊടുക്കുന്നത്. ഇക്ബാൽ അർക്കൽ തുടരുന്നുണ്ട് നമ്മളോടൊപ്പം. ഇക്ബാൽ അർക്കൽ, നേരത്തെ സുരേഷ് ബാബു പറഞ്ഞത് അങ്ങനെ വെല്ലുവിളിക്കാതെ രേഖകൾ പുറത്തുവിടട്ടെ എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ആരോപണവും ഇങ്ങോട്ടുള്ള ആരോപണവും തുടരുകയാണ്. വലിയ പോരാണ്. തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് ഒറ്റപ്പാലത്തെ LDF നേതാക്കൾ ഒരു വാർത്താ സമ്മേളനം വിളിക്കുകയും അവിടെ ഒറ്റപ്പാലത്ത് മത്സരിക്കുന്ന UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി രേഖകളിൽ പ്രത്യേകിച്ചും നാമനിർദ്ദേശ പത്രികയിൽ വലിയ രീതിയിലുള്ള കൃത്രിമത്വം കാണിച്ചിട്ടുണ്ട്, തെറ്റുവരുത്തിയിട്ടുണ്ട് പേരിൽ ഉൾപ്പെടെ എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വരുന്നത്. അതായത് അവിടെ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള PK ശശിയുടെ സ്കൂളിലെ രേഖകളിൽ മറ്റൊരു പേരാണുള്ളത്. PK ശശിധരൻ എന്നുള്ളൊരു പേരാണ്. പക്ഷേ ഈ പേര് എവിടെയും മാറ്റാൻ PK ശശി തയ്യാറായിട്ടില്ല. മാത്രമല്ല ഇനി അഥവാ PK ശശി എന്നൊരു പേര് ഉപയോഗിക്കണമെങ്കിൽ തന്നെ ഗസ്റ്റിൽ പബ്ലിഷ് ചെയ്യേണ്ട ഒരു കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ പാസ്പോർട്ട് എടുക്കുമ്പോൾ പോലും PK ശശി എന്ന പേര് തെറ്റായി കാണിച്ചുകൊണ്ടാണ് PK ശശി പാസ്പോർട്ട് എടുത്തിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് ഇപ്പോൾ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതും PK ശശിധരൻ എന്നുള്ള പേര് മറച്ചു വെച്ചുകൊണ്ട് PK ശശി എന്ന് കാട്ടിയാണ്. ഇത് വളരെ കുറ്റകരമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസമാണ് LDF നേതാക്കൾ ഒറ്റപ്പാലത്ത് ഉന്നയിച്ചത്. അതിനൊരു മറുപടിയായാണ് ഇന്ന് PK ശശി ആദ്യം രംഗത്തേക്ക് വരുന്നത്. ഇതെല്ലാം താൻ വെല്ലുവിളിക്കുകയാണ് LDF നേതാക്കളെ. എന്തെങ്കിലും ഇത്തരത്തിലുള്ള കൃത്രിമത്വം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കോടതിയിൽ പോയി തെളിയിക്കുക എന്നുള്ളതായിരുന്നു PK ശശി വെല്ലുവിളിച്ചത്. പക്ഷേ ഇതിനൊരു മറുപടിയായി ഇപ്പോൾ CPMന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയും രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള വെല്ലുവിളിക്ക് പകരം LDFന്റെ ആരോപണം തെറ്റാണെങ്കിൽ നേരെ കോടതിയിൽ പോയി മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം PK ശശി എന്നുള്ളതാണ് ഇപ്പോൾ CPMന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സുരേഷ് ബാബു പറയുന്നത്. കാരണം LDF നേതാക്കൾ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് കൃത്യമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ വെറുതെ പറഞ്ഞ കാര്യങ്ങളല്ല PK ശശിക്കെതിരായിട്ടുള്ള ഈ ആരോപണങ്ങൾ. അതുകൊണ്ട് തന്നെ PK ശശി ഈ വെല്ലുവിളിയെല്ലാം അവസാനിപ്പിച്ച് കോടതിയിൽ പോയി ഈ LDFന്റെ ആരോപണങ്ങളെല്ലാം തെറ്റാണെന്ന് കാണിച്ചുകൊണ്ട് മാനനഷ്ടത്തിന് കേസ് കൊടുക്കട്ടെ എന്നുള്ളതാണ് ഇപ്പോൾ CPMഉം LDFും ഇതിനൊരു മറുപടിയായി പറയുന്നത്. ശരി, ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഒറ്റപ്പാലത്തെ പോര മുറുകുകയാണ്. സുരേഷ് ബാബുവും PK ശശിയും നേർക്കുനേർ.